നമ്മളെല്ലാവരും കൂടെ തൃശ്ശൂർ ഒരു കല്യാണം കൂടാൻ പോയ കഥയാണ് കേട്ടോ. ഈ കഥ നടന്നിട്ട് കുറച്ചധികം മാസങ്ങളായിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ പോസ്റ്റ് ചെയ്യാതിരിക്കുക, ഞാൻ അത്രയും ഇഷ്ടത്തോടെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ലാതെ നമ്മൾ നേരെ എടിപിടിന്നൊരു പോക്ക്, അതായിരുന്നു ഇത്. അങ്ങനെ കിട്ടിയ ട്രെയിനും പിടിച്ച് നേരെ തൃശ്ശൂരേക്ക്. തൃശ്ശൂർ എത്തിയിട്ടും നമുക്ക് കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ബസ്സും പിടിച്ചിട്ട് നമ്മൾ നേരെ കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ കല്യാണ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ഹോളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഓട്ടമായിരുന്നു ഹോളിലേക്ക്. ഹോളിലെത്തിയാലും നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഫുഡായിരുന്നു. എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയെല്ലാം കൂടിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങി അവിടെ എല്ലാം കറങ്ങിയതിന് ശേഷം നേരെ അവിടെ കണ്ടൊരു ബേക്കറി കയറിയിട്ട് ഐസ്ക്രീം ഏത് വേണമെന്നുള്ള പിന്നെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ചിക്കു കണ്ടിട്ട് വേറെ ഒന്നും വേണമെന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചിക്കു എടുത്തു. അങ്ങനെ എല്ലാവരും ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് നമുക്ക് നടപ്പൊന്നും പോരാൻ തോന്നിയിട്ട് നമ്മൾ പിന്നെ ഒരു റൗണ്ട് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയും കറങ്ങിയിട്ട് നേരെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആത്തച്ചക്കയും ഒരു കഷ്ണം ആപ്പിളും എല്ലാം കൂടെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഇൻട്രോവേർട്ടിന്, അവൾ ഇൻട്രോവേർട്ടൊന്നും അല്ല, അവൾക്ക് രണ്ടാമതൊന്ന് ബിരിയാണി ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് അവൾ വീട്ടിൽ വന്നിരുന്നിട്ട് നല്ല സമാധാനത്തോടെയാണ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും 12:30 മണിക്ക്. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.